Dear students, we have already mentioned the staffing process and we have just started with the area. Today we are discussing the second part of staffing function. These were the steps of staffing process: manpower planning or human resource planning. We have already discussed these areas. Then second, job analysis, breaking job into elements and studying each of the elements. It covered job description and job specification. The third stage was discussed as recruitment. Recruitment is the process of searching for prospective employees and stimulating them to apply for the job in the organization. There are different sources of recruitment: internal sources and external sources. Now we have to discuss the next stage, that is selection process. Selection is the process of weeding out unsuitable candidates. It is the process of weeding out, ഒഴിവാക്കുക, weeding out unsuitable candidates. നമ്മൾ in the stage of recruitment we have invited all the people. എല്ലാവരെയും ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തു. ഇറ്റ് വാസ് എ പോസിറ്റീവ് പ്രോസസ്സ്. അതേസമയം സെലക്ഷൻ ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ് because we are weeding out, we are eliminating unsuitable persons. നമുക്ക് കിട്ടിയ അപേക്ഷ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ there may be 500 vacancy but we will get 1 lakh applications. So we have to eliminate 99,500 applications. They are not suitable for our organization. So this stage of weeding out unsuitable candidates from among the applicants, it is called selection. It is the process adopted by an organization to select adequate number of persons who are fit for the job. നമ്മുടെ ജോബിന് ഫിറ്റായ ആളുകളെ മാത്രം സെലക്ട് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സെലക്ഷൻ പ്രൊസീജിയർ സ്റ്റാർട്ട്സ് വിത്ത് ദ എൻഡ് ഓഫ് റിക്രൂട്ട്മെൻറ്റ്. ഇറ്റ് സ്റ്റാർട്ട്സ് റിക്രൂട്ട്മെൻറ്റ് എൻഡ്സ്. റിക്രൂട്ട്മെൻറ്റ് എവിടെയാണോ അവസാനിക്കുന്നത് അവിടെയാണ് സെലക്ഷൻ തുടങ്ങുക എന്ന് പറയാറുണ്ട്. അതായത് റിക്രൂട്ട്മെൻറ്റിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. സിൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റിജക്റ്റിംഗ് അപ്ലിക്കേഷൻ ഓഫ് എ കാൻഡിഡേറ്റ് who is not suitable for the job, selection is described as a negative process. Selection is a negative process എന്ന് പറയാറുണ്ട്. കാരണം it is the process of rejecting applications of unsuitable persons. നമ്മുടെ സ്ഥാപനത്തിന് ജോബിന് സൂട്ടബിൾ അല്ലാത്ത ആളുകളെ ഒഴിവാക്കുന്ന പ്രോസസ്സാണ്, റിജക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് സെലക്ഷൻ. അതുകൊണ്ട് ഇറ്റ് ഈസ് എ നെഗറ്റീവ് പ്രോസസ്സ്. സോ selection is a negative process. We know there are different steps involved in the selection process. Selection process in ഒരുപാട് steps ഉണ്ട്. You have already learned it. We may discuss it now. What are the steps involved in selection process? Firstly, receipt and scrutiny of applications. Receipt and scrutiny of applications. ആദ്യം നമ്മൾ ചെയ്യുക, ആപ്ലിക്കേഷൻസ് വാങ്ങി സ്ക്രൂട്ടനൈസ് ചെയ്യും. ആപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത, ക്വാളിഫൈഡ് അല്ലാത്ത ഒരുപാട് പേര് അപ്ലൈ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ ഈ സ്റ്റേജിൽ തന്നെ നമുക്ക് കുറച്ച് ആളുകളെ ഒഴിവാക്കാൻ സാധിക്കും. ക്വാളിഫൈഡ് അല്ലാത്ത ആളുകളും അപ്ലൈ ചെയ്യും. അപ്പോൾ അത്തരം ആളുകളെ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയാണ് റിസിപ്റ്റ് ആൻഡ് സ്ക്രൂട്ടനി ഓഫ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന സ്റ്റേജ് വെക്കുന്നത്. ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റിൻ്റെ സ്റ്റേജ് നമുക്കറിയാം അല്ലേ? റിക്രൂട്ട്മെൻറ്റ് ലാസ്റ്റ് സ്റ്റേജ് അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക അപ്ലിക്കേഷനാണ്. ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യുക. അടുത്തൊരു സ്റ്റേജാണ് ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോം അല്ലേ? ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഒരു ബ്രീഫ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. എല്ലാ സ്ഥാപനങ്ങളും ഞാൻ ഈ പറയുന്ന സ്റ്റേജസ് ഫോളോ ചെയ്യണമെന്നില്ല. ഓരോ സ്ഥാപനങ്ങളും അവരുടെ കപ്പാസിറ്റിയും സൈസും റിക്വയർമെൻറ്റും നോക്കിയിട്ടാണ് സ്റ്റേജസ് സെലക്ട് ചെയ്യുക.
ഒരു സ്റ്റാൻഡർഡൈസ്ഡ് വേയിൽ ഉള്ള സ്റ്റേജസ് ആണ് ഞാൻ പറയുന്നത്. നെക്സ്റ്റ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രീഫ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യും. ബ്രീഫ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്തതിന് ശേഷം വി വിൽ ഐഡൻറ്റിഫൈ വെദർ ദ പേഴ്സൺ ഈസ് ഫിറ്റ് ഓർ നോട്ട്. അല്ലേ, ഫിറ്റാണോ നോക്കും. ഒറ്റ നോട്ടത്തിൽ ഇയാൾ നമ്മുടെ സ്ഥാപനത്തിന് അനുയോജ്യനാണോ അല്ലയോ എന്ന് നോക്കും. ഇഫ് ഹീ ഈസ് ഫിറ്റ് ഹീ വിൽ ബി ഗിവൺ എ ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോം. ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോമിനെ അപ്ലിക്കേഷൻ ബ്ലാങ്ക് എന്നും വിളിക്കാറുണ്ട്. ഒരു അപ്ലിക്കേഷൻ ഫോമാണ്. അതിലൂടെ ഒരുപാട് അയാളുടെ പേഴ്സണൽ ഡാറ്റ കളക്ട് ചെയ്യും, ബയോഡാറ്റ കളക്ട് ചെയ്യും, അയാളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന സാലറി എന്താണ്, ഈ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യും. ഈ ബ്ലാങ്ക് അപ്ലിക്കേഷൻ ഫോമിൻ്റെയും പർപ്പസ് ഇത് തന്നെയാണ്. ഈ അപ്ലിക്കേഷൻ ഫോം സ്ക്രൂട്ടനൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ആളുകളെ, ആവശ്യമില്ലാത്ത ആളുകളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. ദെൻ നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടെസ്റ്റ്, ഇൻ്റർവ്യൂ ഒക്കെ കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. സെലക്ഷൻ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു, അല്ലേ, റിട്ടൺ ടെസ്റ്റോ ഓറൽ ടെസ്റ്റോ ഏതെങ്കിലും രീതിയിലുള്ള ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നു. ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യാത്ത ആളുകളെ ഒഴിവാക്കാം. മറ്റൊരു മാർഗ്ഗമാണ് ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുക. ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഫേസ് ടു ഫേസ് അപ്രൈസൽ മെത്തേഡാണ്, അല്ലേ. ഫേസ് ടു ഫേസ് അപ്രൈസൽ ഇവാലുവേഷൻ നടത്താൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്യുന്നു. ഇവിടെയും നമുക്ക് കുറേ ആളുകളെ ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ദെൻ അതുകൂടാതെ അടുത്ത ടെസ്റ്റാണ് ഫിസിക്കൽ എക്സാമിനേഷൻ. ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. ഓക്കെ, ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇയാൾ ഫിസിക്കലി ഫിറ്റാണോ അല്ലയോ, ചില ജോബുകൾക്ക് അത് അത്യാവശ്യമാണ്. ഫിസിക്കൽ ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പല ടെസ്റ്റുകൾ, റിട്ടൺ ഓറൽ ടെസ്റ്റുകൾ, ഇൻ്റർവ്യൂസ്, ഫിസിക്കൽ എക്സാമിനേഷൻ, ഇത്തരം ടെസ്റ്റുകളൊക്കെ കണ്ടക്ട് ചെയ്യുക. ഇതിന് ശേഷമാണ് നമ്മൾ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അയാൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ എന്ന് പറയുന്ന ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡറാണ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ, ചില ഓതേഴ്സ് ചെയ്യുക ലാസ്റ്റ് സ്റ്റേജായിട്ട്, ഈ സെലക്ഷൻ്റെ ലാസ്റ്റ് സ്റ്റേജായിട്ട് പ്ലേസ്മെൻറ്റ് ആൻഡ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അപ്പോയിൻമെൻറ്റ് ലെറ്റർ കൊടുക്കുക. ഓറിയൻറ്റേഷൻ മീൻസ് ഇൻട്രൊഡക്ഷൻ, പരിചയപ്പെടുത്തുക, സ്ഥാപനത്തെ, ജോബിനെ പുതിയതായിട്ട് റിക്രൂട്ട് ചെയ്ത എംപ്ലോയീസിന് പരിചയപ്പെടുത്തി കൊടുക്കുക. ദിസ് ഈസ് സെലക്ഷൻ. ദെൻ വി ആർ ഡിസ്കസിങ് അനദർ സ്റ്റേജ്, ദാറ്റ് ഈസ് ട്രെയിനിങ്. നമ്മുടെ സ്റ്റാഫിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേജാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. എഡിൻ ബി ഫ്ലിപ്പോയുടെ അഭിപ്രായത്തിൽ ട്രെയിനിങ് ഈസ് ദ ആക്ട് ഓഫ് ഇൻക്രീസിങ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് ആൻ എംപ്ലോയി ഫോർ ഡൂയിങ് എ പെർട്ടിക്കുലർ ജോബ്. ഒരു പെർട്ടിക്കുലർ ജോലി ചെയ്യാനുള്ള ഒരാളുടെ നോളേജ്, സ്കില്ല്, ഇതൊക്കെ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ്സാണ്, അല്ലേ. ട്രെയിനിങ്ങിലൂടെ നമ്മൾ ചെയ്യുന്നത് വി ഹാവ് ടു ഇമ്പാർട്ട് എ പെർട്ടിക്കുലർ നോളേജ്, എ പെർട്ടിക്കുലർ സ്കിൽ എമംഗ് ദി എംപ്ലോയീസ്. സോ ഇറ്റ് ഈസ് ദ ആക്ട് ഓഫ് പ്രോസസ് ഓഫ് ഇൻക്രീസിങ് knowledge and skill of an employee for doing a particular job. There are different types of training. Training can be classified mainly into on the job training and off the job training. On the job training means training by doing, learning by doing, അല്ലേ. ചെയ്തുകൊണ്ട് പഠിക്കുക. ഒരു ജോലി ചെയ്ത് അത്, അല്ലേ, ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിനെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓഫ് ദ ജോബ് ട്രെയിനിങ് മീൻസ് ഔട്ട്സൈഡ് ദ ജോബ്. ജോലി ചെയ്തുകൊണ്ടല്ല, പകരം ക്ലാസ് റൂമിലോ കോൺഫറൻസ് ഹാളിലോ ട്രെയിനിങ് സെഷനിലോ, അല്ലേ, അങ്ങനെയൊക്കെ വെച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. വ്യത്യസ്ത രീതിയിലുള്ള ഓൺ ദ ജോബ്, ഓഫ് ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. ഓഫ് ദ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസ്. ഫോർ എക്സാമ്പിൾ സെമിനാർ, കോൺഫറൻസ്, വർക്ക്ഷോപ്പ്, ലെക്ചേഴ്സ്, അല്ലെങ്കിൽ ക്ലാസ് റൂം ട്രെയിനിങ്, അല്ലേ, ക്ലാസ് റൂം ട്രെയിനിങ്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത ജോലി ചെയ്തിട്ടല്ല പഠിക്കുന്നത്. ഒരു സെമിനാറിൽ വന്നിരിക്കുന്ന ആൾ ജസ്റ്റ് കേട്ടിരിക്കുകയേ ചെയ്യുന്നുള്ളൂ. ഈ രീതിയിൽ ട്രെയിനിങ് ഔട്ട്സൈഡ് ദ വർക്ക് പ്ലേസിനെയാണ് നമ്മൾ ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതേസമയം ഓൺ ദ ജോബ് ട്രെയിനിങ്ങിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് ലേണിംഗ് ബൈ ഡൂയിങ്. ചെയ്തുകൊണ്ട് തന്നെ, ഒരു വർക്ക് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നതാണ് നമ്മൾ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. പ്രധാനമായിട്ടും ട്രെയിനിങ് മെത്തേഡ്സ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ചില മെത്തേഡ്സ് മാത്രം ഞാനൊന്ന് ബ്രീഫായി ഡിസ്കസ് ചെയ്യാം. പ്രധാനപ്പെട്ട ഒന്നാണ് അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ്, അല്ലേ. നിങ്ങൾ ഓൾറെഡി പഠിച്ചതാണ്.
apprenticeship. In case of apprenticeship training, the trainee is getting lectures or training under an apprentice. ഒരു സീനിയർ ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സീനിയറിൻ്റെ കീഴിൽ, അപ്രൻറ്റീസിൻ്റെ കീഴിൽ അല്ലേ പഠിക്കുന്നതിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സീനിയർ വർക്കറുടെ കീഴിൽ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുക. നമ്മൾ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. കാർപ്പൻ്റർ അല്ലേ, കാർപ്പൻ്റർ ആവാൻ പഠിക്കുന്ന ആൾ ക്ലാസ് റൂമിലല്ല ട്രെയിനിങ് എടുക്കുന്നത് അല്ലേ, അയാളൊരു കാർപ്പൻ്ററുടെ കൂടെ ജോലി ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. ഇലക്ട്രീഷ്യൻ കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിലും ഒരു ഇലക്ട്രീഷ്യൻ സാധാരണ നാട്ടിൻപുറങ്ങളിലൊക്കെ ചെയ്യുന്നത് അയാൾ ഒരു ഇലക്ട്രീഷ്യൻ്റെ ഹെൽപ്പറായി പോയി പഠിച്ചുകൊണ്ടാണ് അല്ലേ. മേസ്ത്രികളും ഒക്കെ അങ്ങനെയാണ് പഠിക്കുന്നത്. ഈ രീതിയാണ് നമ്മൾ അപ്രൻറ്റീസ്ഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മറ്റൊരു ട്രെയിനിങ് മെത്തേഡാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇൻറ്റേൺഷിപ്പ് അല്ലേ, ഇൻറ്റേൺഷിപ്പിൻ്റെ പ്രത്യേകത ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് ബോത്ത് തിയറീസ് ആൻഡ് പ്രാക്ടിക്കൽസ്. തിയറിയും പ്രാക്ടിക്കലും കൂടി കമ്പൈൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഹാഫ് ഓഫ് ദ ട്രെയിനിങ് വിൽ ബി ക്ലാസ് റൂം ട്രെയിനിങ്. ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ്, ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സുകൾ, ഇപ്പോൾ ഇതിൻ്റെയൊക്കെ പ്രത്യേകത ഹോട്ടൽ മാനേജ്മെൻറ്റ് കോഴ്സ് ചെയ്യുന്ന ആൾ കുറേയൊക്കെ അയാൾ തിയററ്റിക്കൽ ട്രെയിനിങ് ക്ലാസ് റൂം എൻവയോൺമെൻറ്റിൽ നിന്ന് കിട്ടുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഒരു അല്ലേ സ്റ്റാർ ഹോട്ടലിൽ ഒരു അപ്രൻറ്റീസായി ഒരു ഇൻറ്റേൺഷിപ്പ് എന്ന് പറയുന്ന രീതിയിൽ സ്റ്റാർ ഹോട്ടലിൽ കുറച്ച് കാലം എന്ത് ചെയ്യും, അയാൾ ജോലി ചെയ്തുകൊണ്ട് പഠിക്കുന്നു. അപ്പോൾ ദർ ഈസ് ബോത്ത് തിയററ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ഓറിയൻറ്റേഷൻ ഇൻ കേസ് ഓഫ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. കാരണം ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് അല്ലേ, അതായത് നമ്മൾ ചെയ്യുന്നത് ഒരു പ്രൊഫഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തിയറി ക്ലാസ് റൂം അല്ലേ പ്രൊവൈഡ് ചെയ്യുകയും അതുപോലെ തന്നെ ഒരു ആക്ച്വൽ വർക്ക് പ്ലേസിൽ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് കാറ്റഗറിയിൽ നമുക്ക് വരാവുന്ന ട്രെയിനിങ് ആണ് ജോബ് റൊട്ടേഷൻ. ജോബ് റൊട്ടേഷൻ്റെ പ്രത്യേകത എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ദേ വിൽ റൊട്ടേറ്റ് ദെയർ ജോബ്സ്. നമ്മൾ ബാങ്കിൽ പോയാൽ കാണാൻ സാധിക്കും, ഒരു ദിവസം അക്കൗണ്ട് സെക്ഷനിൽ ഇരുന്ന ആൾ അടുത്ത ദിവസം അടുത്ത കമ്പ്യൂട്ടറിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ക്ലറിക്കൽ പോസ്റ്റിൽ ഇരുന്നിരുന്ന ഒരാൾ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. എന്താ പ്രത്യേകത? ഓരോ സെഷനിലേക്ക് മാറിയിരുന്ന് ജോലി എന്ത് ചെയ്യുന്നു, എല്ലാ ജോലിയും എല്ലാ സെഷനുകളും അല്ലേ, ഏത് സെക്ഷനിലുള്ള വർക്കുണ്ടെങ്കിലും അതൊക്കെ ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് നേടിയെടുക്കാൻ സാധിക്കും. അപ്പം ഇങ്ങനെ ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് അല്ലേ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് എല്ലാ ജോലികളും പഠിക്കുന്ന സിസ്റ്റമാണ് ജോബ് റൊട്ടേഷൻ എന്ന് പറയുന്നത് അല്ലേ. കോച്ചിങ് മറ്റൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ്. കോച്ചിങ് ആൻഡ് മെൻറ്ററിങ് എന്നൊക്കെ പറയും അല്ലേ, കോച്ചിങ് മെൻറ്ററിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ കോച്ചിങ് മെൻറ്ററിങ്ങിൻ്റെ ഒക്കെ പ്രത്യേകത 1-to-1 ട്രെയിനിങ് കൂടിയാണ്. ഒരാൾ മറ്റൊരാൾക്ക്, നമ്മൾ ഫുട്ബോൾ കോച്ചൊക്കെ കാണാറുണ്ട്, ഒരു കോച്ചുണ്ടായിരിക്കും, അയാളുടെ കീഴിൽ ഒരു 25 ആൾ ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരിക്കും. ഇവിടെ ഉദ്ദേശിക്കുന്നത് കോച്ചിങ് സ്പെസിഫിക്കലി ഇറ്റ് ഈസ് 1-to-1 ട്രെയിനിങ്. ഒരാൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ് അല്ലേ മെൻറ്ററിങ്, കോച്ചിങ് എന്നൊക്കെ പറയുന്നത്. മെൻറ്ററിങ്ങിൻ്റെ പ്രത്യേകത, മെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീനിയർ എംപ്ലോയി, സീനിയർ എക്സിക്യൂട്ടീവ് എംപ്ലോയിനെയാണ് നമ്മൾ മെൻറ്റർ എന്ന് പറയുക. അപ്പം അങ്ങനെ ഒരാളുടെ കീഴിൽ പഠിക്കുമ്പോൾ നമ്മളതിന് മെൻറ്റർ എന്ന് പറയും, മെൻറ്ററിങ് എന്ന് പറയും. രണ്ടും സിമിലറാണ്. ഓക്കെ, ദെൻ മറ്റൊരു ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അല്ലെങ്കിൽ വെസ്റ്റിബ്യൂൾ സ്കൂൾസ് എന്ന് പറയുന്നത്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് അല്ലെങ്കിൽ വെസ്റ്റിബ്യൂൾ സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഇമിറ്റേറ്റഡ് വർക്കിംഗ് പ്ലേസ്. ഒരു അനുകരിച്ചു കൊണ്ടുള്ള ഒരു വർക്കിംഗ് പ്ലേസാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് റൂമിൽ തന്നെ ഒരു ഇമിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു വർക്ക് എൻവയോൺമെൻറ്റ് സെറ്റ് ചെയ്യുക. ആ സെറ്റ് ചെയ്ത് ആക്ച്വൽ വർക്ക് ചെയ്യുന്ന പോലെ തന്നെ പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ഇമിറ്റേറ്റഡ് വർക്ക് പ്ലേസാണ് വെസ്റ്റിബ്യൂൾ സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ചില ഓൺ ദ ജോബ് ട്രെയിനിങ് മെത്തേഡ്സ് എന്ന രീതിയിൽ പറയാവുന്നത്. ഇതല്ലാതെ റോൾ പ്ലേ, ഗെയിംസ്, ഇങ്ങനെ ദർ ആർ ഡിഫറൻറ്റ് ട്രെയിനിങ് മെത്തേഡ്സ്. നമ്മൾ ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സിലബസിൽ വല്ലാതെ സ്റ്റിക്ക് ഓൺ ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ ബ്രീഫ് ചെയ്ത് പറയുന്നത്. ഓക്കെ, അപ്പോൾ എനിവേ ദീസ് വേർ ദ സ്റ്റെപ്സ് വി ഹാവ് ഡിസ്കസ്ഡ്: ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, placement and orientation. Then with regard to remuneration, we know there are different remuneration systems. Then mainly ഏതൊക്കെയായിരുന്നു? ഈ ടൈം റേറ്റ് സിസ്റ്റം ആൻഡ് പീസ് റേറ്റ് സിസ്റ്റം.
ഓൺ ദ ബേസ് ഓഫ് ടൈം അല്ലേ. ഒരു ഫിക്സഡ് സാലറി കൊടുക്കുകയാണെങ്കിൽ ടൈം റേറ്റ് ആണ്. പീസ് റേറ്റ് ഈസ് ഗിവൺ ഓൺ ദ ബേസ് ഓഫ് നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. ദെൻ പെർഫോമൻസ് അപ്രൈസൽ ഓർ പെർഫോമൻസ് ഇവാലുവേഷൻ, ഇത് മറ്റൊരു സ്റ്റേജാണ്. ട്രാൻസ്ഫർ, പ്രൊമോഷൻ, റിട്ടയർമെൻറ്റ് ഇതൊന്നും ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. പെർഫോമൻസ് അപ്രൈസൽ ഓർ പെർഫോമൻസ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അണ്ടർടേക്കൺ ടു ഗീവ് പ്രൊമോഷൻ എക്സെട്ര. ഒരു എംപ്ലോയിക്ക് പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ അതുപോലെ ഡിമോഷൻ പർപ്പസിനൊക്കെ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് പെർഫോമൻസ് അപ്രൈസൽ അല്ലെങ്കിൽ പെർഫോമൻസ് ഇവാലുവേഷൻ. നമ്മൾ പെർഫോമൻസ് അപ്രൈസലിലൂടെ ചെയ്യുന്നത് വെദർ ഹി ഈസ് പെർഫോമിങ് ഇഫക്റ്റീവ്ലി ഓർ നോട്ട്. ഒരു പെർട്ടിക്കുലർ എംപ്ലോയി ഇഫക്റ്റീവായി പെർഫോം ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കലാണ്. പെർഫോമൻസ് അപ്രൈസൽ ഈസ് കോമൺ ഇൻ പ്രൈവറ്റ് അണ്ടർടേക്കിങ്സ്. സ്വകാര്യ സ്ഥാപനങ്ങളിൽ എല്ലാ വർഷവും അപ്രൈസൽ നടത്തും. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എംപ്ലോയീസിൻ്റെ എണ്ണം കൂടുതലുണ്ടാവും. അപ്പോൾ ആ കേസിൽ നമ്മൾ ചെയ്യുക, ഒരു അപ്രൈസൽ നടത്തിയിട്ട് ആവശ്യമില്ലാത്ത ആളുകളെയൊക്കെ പിരിച്ചുവിടും. അതല്ല, ഒരു ഹയർ പോസ്റ്റിലേക്ക് കുറച്ച് ആളുകളെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിലും അപ്രൈസൽ നടത്തും. അപ്രൈസൽ നടത്തി ആരാണോ ഫിറ്റ് എന്ന് തോന്നുന്നത് അയാളെ നമ്മൾ പ്രൊമോട്ട് ചെയ്യും. അപ്പം ഇങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി ചെയ്യുന്ന ഒരു ടൂളാണ് പെർഫോമൻസ് അപ്രൈസൽ ഓർ പെർഫോമൻസ് ഇവാലുവേഷൻ. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ സ്റ്റാഫിംഗ് പ്രോസസ്. Okay, you read more about this topic. Anyway, thank you very much.